ഹലോ ഓൾ, ടീച്ചിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അവസരങ്ങളുണ്ട്. കേരളത്തിനകത്ത് തന്നെ വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ താൽക്കാലിക നിയമനങ്ങളും സ്ഥിര നിയമനങ്ങളും ഉണ്ട്. താൽക്കാലിക നിയമനങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജ് ഏത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കൺട്രോളിലാണോ വരുന്നത്, ആ വിദ്യാഭ്യാസ ഉപഡയറക്ടറിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് പണ്ടൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ട് പോയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂണീക്ക് ID കിട്ടും. ആ ID വെച്ചിട്ടാണ് നിങ്ങൾ കോളേജുകളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാം. നമുക്ക് ഓരോ ഒഴിവിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ എലിംസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. കൊമേഴ്സ്, അതേപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ സബ്ജക്റ്റുകളിലോട്ടാണ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ വേക്കൻസി അവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് പുറമെ 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കൗണ്ടിനെയും അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ CV ഇവരുടെ ഇമെയിൽ ID താഴെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലോട്ട് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അടുത്തൊരു വേക്കൻസിയിലോട്ട് പോവാം. കിളിമാനൂരുള്ള ശ്രീ ശങ്കര എയ്ഡഡ് കോളേജിലോട്ടാണ് ഗസ്റ്റ് അധ്യാപക വിളിച്ചിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, കൊമേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവ് ഉള്ളത്. അപ്പോൾ ഇതും നമുക്ക് 30/4/2025 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഈ ഒഴിവുകളിലോട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വരുന്നത് SCMS ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസിലാണ്. അതിൽ അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് വേക്കൻസി ആണുള്ളത്. BCA അതേപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, BBA കോഴ്സുകളിലോട്ടാണ് അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെയും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെയും ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ഒരു ലേഡി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിനെയും അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ CV അയച്ചാൽ മതിയാകും. മറ്റൊരു വരുന്നത് സ്പ്രിംഗ് മൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടെ വൈസ് പ്രിൻസിപ്പൽസിന് അതേപോലെ തന്നെ ഹെഡ് മിസ്ട്രസിന് ആവശ്യമുണ്ട്. പിന്നെ PGITയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ സബ്ജക്റ്റുകളിലാണ് PGT അധ്യാപകർ ആവശ്യമുള്ളത്. അതേപോലെ തന്നെ TGTയിലാണെങ്കിൽ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി എന്നീ സബ്ജക്ട്സുകൾ ആവശ്യമുണ്ട്. PRTയിലാണെങ്കിൽ ഇംഗ്ലീഷും EVS പഠിപ്പിക്കാനാണ് അധ്യാപകർ ആവശ്യമുള്ളത്. പിന്നെ KG അതേപോലെ തന്നെ മോണ്ടിസറി ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ഗ്രാഫിക് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്. ഇവരുടെ ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു വരുന്നത് ST മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലാണ്. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള KG ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ PGT ഇൻ ബോട്ടണി ആവശ്യമുണ്ട്. വെസ്റ്റേൺ മ്യൂസിക്കൽ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവശ്യമുണ്ട്. ഹോസ്റ്റൽ ട്യൂട്ടേഴ്സിന് ആവശ്യമുണ്ട്. അതൊക്കെ നോക്കുക, ഡീറ്റെയിൽ നോക്കുക. അതേപോലെ തന്നെ സുലംസിലൻ സയൻസ് കോളേജ് അരീക്കോട് ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ ഒഴിവ് വിളിച്ചിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങളിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 25 മുമ്പാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വരുന്നത് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് താനൂരാണ്. അവിടെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 7/5/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മറ്റൊരു ഒഴിവ് വരുന്നത് വമ്പാട് MES കോളേജിലാണ്. ന്യൂട്രീഷൻ സയൻസ് ആൻഡ് ഡയറ്റിക്സ്, അതേപോലെ തന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഏവിയേഷൻ, ഫുഡ് ടെക്നോളജി, ഫുഡ് മൈക്രോബയോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജിയോളജി, റിമോട്ട് സെൻസിംഗ്, അറബിക്, മലയാളം, മൾട്ടിമീഡിയ, ഫ്രഞ്ച്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളിലാണ് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നത്. നമുക്ക് 30-ാം തീയതി വരെ, ഈ മാസം 30-ാം തീയതി വരെ അതിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു വരുന്നത് കുമരനെല്ലൂരാണ്.
പറക്കുളത്തെ NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. കൊമേഴ്സ്, ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, മലയാളം, ഹിന്ദി, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി എന്നീ സബ്ജക്റ്റുകളാണ് ഒഴിവ് ഉള്ളത്. 29-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്കത് അപ്ലൈ ആവുന്നതാണ്. അതുപോലെ അടുത്തൊരു ഒഴിവ് വരുന്നത് കൊണ്ടോട്ടി EMEA കോളേജിലാണ്. അവിടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, അറബിക്, മൈക്രോബയോളജി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിലാണ് അധ്യാപകരുടെ ഒഴിവുള്ളത്. ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ ഒഴിവാണ്. 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള. അടുത്തൊരു ഒഴിവ് വരുന്നത് KRHS ഇന്റർനാഷണൽ ലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹൈസ്കൂൾ ടീച്ചേഴ്സിനെയാണ്. സബ്ജക്ട്സ് വരുന്നത് ഹിന്ദി, സോഷ്യൽ സയൻസ്, അറബിക്, ഈ 3 സബ്ജക്ട്സിലാണ് ഒഴിവുള്ളത്. അവരുടെ മെയിലോട്ട് നിങ്ങൾക്ക് CV അയച്ചിട്ട് അതിന് അപ്ലൈ ആവുന്നതാണ്. മറ്റൊരു നിയമനം പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പരപ്പനങ്ങാടി നഗരസഭയുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലേക്കാണ് ട്യൂഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് പാർട്ട് ടൈം ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സബ്ജക്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മാത്സ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളാണ് പഠിപ്പിക്കാനാണ്. TTC BEd ഒക്കെ യോഗ്യത ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. 30-ാം തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു വേക്കൻസി വരുന്നത് PTMYHSS-ലാണ്. എടപ്പലം സ്കൂളിൽ കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SST ഹിസ്റ്ററി, ബോട്ടണി, സോളജി, അതേപോലെ തന്നെ ജൂനിയർ മാത്സ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, HSTയിൽ ഫിസിക്കൽ സയൻസും അതേപോലെ മാത്സ്, സോഷ്യൽ സയൻസും, ഹിന്ദി എന്നീ സബ്ജക്ട്സുകളാണ്. പിന്നെ PET-ന്റെ മ്യൂസിക് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. ഇതിനൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് 30-ാം തീയതി അതിന് അപ്ലൈ ആവുന്നതാണ്. പിന്നെ വേക്കൻസി വരുന്നത് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. MES അങ്ങാടിപ്പുറത്തുള്ള പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ഫുഡ് ടെക്നോളജി, മാനേജ്മെന്റ് സ്റ്റഡീസ്, സൈക്കോളജി, ട്രാവൽ ആൻഡ് ടൂറിസം, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, ഹോം സയൻസ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ യോഗ പ്രൊഫഷണൽ എന്നീ ഒഴിവുകളാണ് ടീച്ചിങ്ങിലുള്ളത്. നോൺ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ലൈബ്രറിയൻ, ലൈബ്രറി അറ്റൻഡന്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ ലാബ് അറ്റൻഡന്റ്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻസ് എന്നീ ഒഴിവുകളും നോൺ ടീച്ചിങ്ങിലുണ്ട്. നിങ്ങൾ റെസ്യൂമെ അയക്കാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ദെൻ അടുത്തൊരു വേക്കൻസി വരുന്നത് ധർമ്മപുരി, തമിഴ്നാടാണ്. തമിഴ്നാടുള്ള ഒരു CBSE ആൻഡ് മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ധർമ്മപുരിയിലാണത്, തമിഴ്നാട്. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. CBSE-ലായിട്ട് തന്നെ PGT കമ്പ്യൂട്ടർ സയൻസ്. നല്ല സാലറിയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. +1 +2 പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് CBSE ആണ്. അതിൽ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. സാലറി അവർ പറയുന്നുണ്ട് 35,000 മുതൽ 40,000 വരെയൊക്കെ സാലറി കിട്ടും. നല്ല സാലറിയാണ്. അതുപോലെ തന്നെ TGT ഇംഗ്ലീഷ്, TGT മാത്സ്, TGT സോഷ്യൽ, TGT കമ്പ്യൂട്ടർ, അതിൻ്റെയും സാലറി റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 30,000 മുതൽ 37,000 ആണ് TGT ആയതുകൊണ്ട്. അതേപോലെ തന്നെ TGT മാത്സ് ഫോർ മെട്രിക് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും വരുന്നതിൽ 25,000 ആണ് സാലറി പറയുന്നത്. ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ട്, സോളജി ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. അതിന് 30,000 മുതൽ 35,000 വരെ സാലറി ഉണ്ട്. അത്യാവശ്യം നല്ല സാലറിയാണ്. പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്താൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനായിട്ട് തന്നെയാണ് ഇന്റർവ്യൂ വരുന്നത്. ഓക്കെ. അടുത്തൊരു ഒഴിവ് വരുന്നത് രാജഗിരി വിശ്വജ്യോതി കോളേജിലാണ്. അവിടെ BCA, അതേപോലെ സൈക്കോളജി, BSW, മാനേജ്മെന്റ്, മലയാളം പോലുള്ള സബ്ജക്ട്സിലോട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിങ്ങൾ റെസ്യൂമെ അയക്കുന്നതാണ് വേണ്ടത്. മെയിൽ ID അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു വരുന്നത് അംബേദ്കർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വണ്ടൂരാണ്. അവിടെ ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. കൊമേഴ്സിലൊന്ന്, കമ്പ്യൂട്ടർ സയൻസിലൊന്ന്, സ്റ്റാറ്റിസ്റ്റിക്സിലൊന്ന്, എക്കണോമിക്സിൽ 4, പൊളിറ്റിക്കൽ സയൻസിലൊന്ന്, ഹിസ്റ്ററിയിലൊന്ന്, ഇംഗ്ലീഷിലൊന്ന്, ജേർണലിസം 1, അറബിക് 1, ഹിന്ദി 1. ഇങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ CV May 5 മുമ്പായിട്ട്
ഇവരുടെ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ മറ്റൊരു വഴി വരുന്നത് കടവത്തൂരാണ്. NIA കോളേജിൽ അറബിക് ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് അധ്യാപകരെ നിയമിക്കുന്നത്. ഇവിടെയൊക്കെ പറയുന്നുണ്ടല്ലോ കോളേജ് ഡയറക്ടറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം എന്ന്. എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ നമ്മളതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഏത് ജില്ലയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ആ ജില്ലയുടെ തന്നെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറിയിൽ ആ കോളേജ് വരുന്ന ഏരിയയിലുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ അടുത്തൊരു വഴി വരുന്നത് കോട്ടയത്താണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലാണ് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അന്വേഷിച്ചിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു വഴി ചങ്ങനാശ്ശേരിയാണ്. SB കോളേജിൽ സെൽഫ് ഫിനാൻസിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, അപ്ലൈഡ് സോഷ്യോളജി, ബോട്ടണി, BVOC, റിന്യൂവബിൾ എനർജി മാനേജ്മെന്റ്, MSW വിഭാഗത്തിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിനെ വിളിച്ചിട്ടുള്ളത്. മെയ് 1-ാം തീയതി വരെയാണ് ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ഒഴിവ് വരുന്നത് തുറവൂരാണ്. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമാണിത്. അവിടെ സെന്ററാണ്, അരൂർ റീജിയണൽ സെന്റർ എന്ന് പറയും. അവിടെ കൊമേഴ്സ് അതേപോലെ തന്നെ മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ വിഷയങ്ങളിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിന് ആവശ്യമുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതിയാണ്. നെക്സ്റ്റ് ഒരു ഒഴിവ് വരുന്നത് ഡെക്സ്ഫോർഡ് എജു പാർക്കിലാണ്. അസിസ്റ്റന്റ് പ്രൊഫസേഴ്സാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. കൊമേഴ്സിൽ 2, എക്കണോമിക്സിൽ 3, ഇംഗ്ലീഷിൽ അതേപോലെ മലയാളം, ഗ്രാഫിക് ഡിസൈൻ ആൻഡ് അനിമേഷൻ, മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 28-ാം തീയതിയാണ്, ഏപ്രിൽ 28-ാം തീയതിയാണ്. ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമ ഇവരുടെ മെയിൽ ഐ ഡിയിലോട്ട് hr@textfood.in എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് അയക്കാവുന്നതാണ്. അടുത്തൊരു വരുന്നത് ചെറുതോണിയിലാണ്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഗണിതം, അതേപോലെ ഊർജ്ജതന്ത്രം, രസതന്ത്രം, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, കൊമേഴ്സ്, ഗാർഡിയൻ സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് എന്നീ സബ്ജക്റ്റുകളിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് അപ്ലൈ ആവുന്നതാണ്. മെയ് 9-ാം തീയതി വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം. അടുത്തത് ബസേലിയസ് കോളേജിലാണ്. മലയാളം, ഹിന്ദി, സിറിയക്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ്, കെമിസ്ട്രി, കൊമേഴ്സ്, BBA, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കൊമേഴ്സ് എന്നീ സബ്ജക്ട്സിലാണ് ഒഴിവ് വരുന്നത്. മെയ് 19, 20, 21 തീയതികളായിരിക്കും അവിടെ അതിൻ്റെത് ഇന്റർവ്യൂ ആയിട്ട് ഉണ്ടാവുക. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തൊരു വരുന്നത് കടവത്തൂർ NIA കോളേജിലാണ്. അറബിക് ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് ഒഴിവുള്ളത്. അതും അവിടെ ഉള്ള കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അസ്ലുലമ പ്രീമിയറി വിഭാഗത്തിൽ മെയ് 8-ാം തീയതി അതേപോലെ തന്നെ അഭിമുഖം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു ഒഴിവ് വരുന്നത് ഷാസിയ ഇന്റർനാഷണൽ ക്യാമ്പസിലാണ്. ഇന്റഗ്രേറ്റഡ് സ്കൂളാണ്. സോളജിയിലാണ് വേക്കൻസി ഉള്ളത്. ഒരു വേക്കൻസി ആണുള്ളത്. അതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. മറ്റൊരു അവസരം വരുന്നത് പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിലുള്ള മല്ലപ്പള്ളി പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രീമെട്രിക് ഹോസ്റ്റൽ ഉണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിനാണ് ആവശ്യമുള്ളത്. ഹൈസ്കൂളിൽ ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, നാച്ചുറൽ സയൻസ്, ബയോളജി, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് എന്നീ വിഷയങ്ങളിലാണ് ട്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ബിരുദവും B.Ed ബിരുദാന്ത ബിരുദമുള്ള ആളുകൾക്കാണ് അവസരമുള്ളത്. മെയ് 7-ാം തീയതി വരെ അതിന് നമുക്ക് അപ്ലൈ ആവുന്നതാണ്. അടുത്തൊരു വേക്കൻസി വരുന്നത് പാല ആണ്. സെന്റ് തോമസ് കോളേജിൽ. അവിടെ ജർമ്മൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ തന്നെ എയ്ഡഡ് പ്രോഗ്രാം ആയിട്ടുള്ള എയ്ഡഡ് പ്രോഗ്രാമിലോട്ടും അതേപോലെ BVOC പ്രിന്റിംഗ് ടെക്നോളജി പോലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളായിട്ടുള്ള BVOC പ്രിന്റിംഗ് ടെക്നോളജിയിലോട്ടൊക്കെ അതിനുണ്ട് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ യോഗ്യതയുള്ളവർക്ക് അതിന് അപ്ലൈ ആവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 5-ാം തീയതിയാണ്.
അടുത്തൊരു ഒഴിവ് വരുന്നത് പറക്കുളം NAS കോളേജിലാണ്. കൊമേഴ്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, മലയാളം, ഹിന്ദി, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി വിഷയങ്ങളാണ് ഒഴിവുള്ളത്. ഇതിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. മെയിലിലോട്ട് റെസ്യൂമെ അയക്കാണ് വേണ്ടത്. 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇത്രയും ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 30 സ്ഥാപനങ്ങളിലോട്ടാണ് ഒഴിവ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിനും കണ്ടന്റ്സിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റ് ജോബ് റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.